ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ കൂട്ടുകാരെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിറയെ പഴുത്തിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിരുന്നപ്പോഴത്തേക്കും കുട്ടാപ്പ് വന്നു അത് മുഴുവനായിട്ടും പറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് പോയേക്കുവാണ് അവർ രണ്ടുപേരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം പറിക്കും. അപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെയും പഴുക്കാൻ വേണ്ടി നോക്കിയിരിക്കേണ്ടി വരുമേ. പക്ഷെ അവർക്ക് വേണ്ട ഇത് കഴിക്കാൻ. പക്ഷെ എന്തോ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ പഴം ഇങ്ങനെ പറിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളികൾ എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും കേട്ടോ. ഇതുണ്ട് നിറയെ ഉണ്ട് കേട്ടോ ഫ്രൂട്ടേ. ഇതുണ്ടോ, ഇതൊക്കെ നിറച്ച് ഫ്രൂട്ടായിട്ട് നിൽക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതുപോലെ ഇതുണ്ട്, നല്ല ചെറുപ്പഴം പോലെയൊക്കെ തോന്നും കേട്ടോ. കണ്ടാൽ നല്ല ഭംഗിയാണ് കാണുമ്പോൾ നമ്മളിങ്ങനെ പറിച്ച് കഴിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലിങ്ങനെ വന്നപ്പോൾ ഒരെണ്ണം പറിച്ച് കഴിച്ചു. മീൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില എടുക്കാൻ വന്നു. അപ്പോൾ കാണുമ്പോൾ നമ്മൾ ഒരെണ്ണം പറിച്ച് വാരിയിടും. പിന്നെ മീൻ കറി വെച്ചിട്ട് അതിൻ്റെ രുചി അറിയാൻ പറ്റുന്നില്ല. ഉപ്പുണ്ടോ പൊടിയുണ്ടോ ഒന്നും അറിയത്തില്ല. മീൻ കറിക്കൊരു നല്ല മധുരം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. ഒരുപാട് വലുതായിട്ടോ ചെടി, ഒരുവിധം വലുപ്പമൊക്കെ വെച്ചു. നിറച്ച് ഫ്രൂട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു മിറാക്കിൾ തന്നെയാണ് കേട്ടോ. പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു മിറാക്കിൾ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നമുക്ക് പുളിയുള്ള ഏത് സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും. അപ്പോൾ അതൊരു മിറാക്കിൾ തന്നെയാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന പേര് വന്നത്. നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാണ്. ഒരുപാട് വലുതല്ല, ഒരു ചെറിയൊരു ഇത്രയും വലിപ്പമുള്ളൂ കേട്ടോ. ഒരുപാട് വലുപ്പമുള്ള സൈസ് ഒന്നല്ല. ഇങ്ങനെ ചുമന്ന് കഴിയുമ്പോൾ വായിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സൈസ് മധുരമാണ്. പിന്നെ നമ്മൾ മാങ്ങയോ നാരങ്ങയോ നെല്ലിക്കയോ അങ്ങനെ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ചെടി നമുക്ക് വാങ്ങി നടാം. പിന്നെ ഇതിൻ്റെ കുറേ ഒരു ചോറ്റുപാത്രം നിറയെ കുട്ടാപ്പ് വന്നും പറിച്ചെടുത്തായിരുന്നു. അപ്പോൾ ആ പറിച്ചെടുത്ത കായ അവർ കഴിച്ചൊന്നുമില്ല, ചുമ്മാ കൊണ്ട് വെച്ചപ്പോൾ ഞാൻ പാകിയിട്ടുണ്ട് കേട്ടോ. മുളയ്ക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഒരുപാട് ഫ്രൂട്ടാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നിറയെ ചുവപ്പ് കളറായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതുണ്ടോ, ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് എത്രത്തോളം ഫ്രണ്ട്സിന് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു കായ ഇങ്ങനെ ഒരു കായല്ല, അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ നിന്നപ്പോൾ ഇതൊന്ന് തിന്നിട്ട് നോക്കിക്കേ, പുളിയുള്ളൊരു മാങ്ങയും കൊടുത്തിട്ട് കഴിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴും കണ്ടാണ് ഈ ചെടിയെക്കുറിച്ച് ചേട്ടന് അറിവായത്. അങ്ങനെ ഈ ഒരു ചെടി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ ഇത് പോയി നഴ്സറിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കുന്ന മിക്കപ്പോഴും ഇവിടെ കമുങ്ങൻ തൈയും തെങ്ങൻ തൈയൊക്കെ അങ്ങനെ മേടിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൂട്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ വിത്തൊക്കെ മുളയ്ക്കും. ഇവിടെ ഒരു 2-3 തൈ ഞാൻ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കവറിലാക്കി കോളപ്പുറയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ തൈയാണ് അത്. കണ്ടോ, നമ്മുടെ ഗാർഡനിലൊക്കെ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയും ഇത് നട്ടു വെക്കാം കേട്ടോ. അത് കണ്ടോ, നല്ല രസമാണ്. ഇങ്ങനെ ചുമന്ന് നിറച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കിളികളൊക്കെ കഴിക്കും കേട്ടോ. അതുപോലെ കുട്ടാപ്പിക്കോ എന്തിനും പിന്നെ ഇത് കണ്ട എന്തായാലും ഒന്ന് പറിക്കണം. അപ്പോൾ ഇന്ന് ആ വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് ഞാൻ വെച്ചു. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായം? നല്ല പുളിയുള്ള സാധനം കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഒരെണ്ണം മതി. നമുക്കിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം കഴിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബായ്.